നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് വെൽനസ് രാജഗുരു വെൽനസിന്റെ സ്ഥാപകനും അദ്ദേഹത്തിന്റെ മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീ രാജ തോമസ് നമുക്ക് ഹെൽത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ്. നമസ്കാരം. നമ്മൾ സെൻസേഷൻ ഇന്ന് പലരും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. നമ്മുടെ ശരീരത്തിനകത്ത് സെൻസേഷന്റെ കുറവ് മൂലം എങ്ങനെയാണ് സെൻസേഷൻ കുറഞ്ഞു പോകുന്നത്, അത് നമുക്ക് എന്താണ് പരിഹാരം? ഓക്കെ, സെൻസേഷൻ കുറഞ്ഞു പോകാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ സ്ട്രക്ചറിന് വന്ന ഒരു മാറ്റമാണ്. ചില അലൈൻമെന്റ് മാറ്റം എന്ന് പറയാം. അത് മാറ്റം എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ജോലിയുടെ ഇതുകൊണ്ടുണ്ടാവാം, ചില വീഴ്ചകളിൽ മാറ്റങ്ങളുണ്ടാവാം, നമ്മൾ കിടക്കുന്ന പൊസിഷൻ, ഇരിക്കുന്ന പൊസിഷൻ, പല വിഷയങ്ങൾ കൊണ്ട് നമുക്ക് ശരീരത്തിൽ ഒരു അലൈൻമെന്റ് മാറ്റം ഉണ്ടാവും. അലൈൻമെന്റ് മാറ്റം എന്ന് ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് നമ്മുടെ ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാനൊരു 50 കിലോ അല്ലെങ്കിൽ 60 കിലോ ഉള്ള ഒരാളാണെന്ന് വിചാരിക്കുക. ഇപ്പം ശരിക്കും നമ്മുടെ ഒരു ശരീരത്തിന്റെ വെയിറ്റ് രണ്ട് കാലം ഈക്വലായിട്ട് ഒരു 30 കിലോ വെച്ച് പോകാവുന്ന രീതിയിലാണ് നമ്മുടെ സ്ട്രക്ചർ കറക്റ്റാണെങ്കിൽ പോകുന്നത്. ഈ സ്ട്രക്ചറിന് മാറ്റം വന്നു കഴിഞ്ഞാൽ ഈ ഒരു വെയിറ്റ് വേരിയേഷൻ വ്യത്യാസം വരും. വെയിറ്റ് എടുത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരാണ് കുറച്ച് കാലം കൊണ്ട് ഒരു പ്രാവശ്യം എടുത്ത് നോക്കുന്നൊന്നും അങ്ങനെ ആവത്തില്ല. കുറച്ച് കാലം കൊണ്ട് അവർക്ക് ഇതിന് ഒരു സ്ട്രക്ചറിന് മാറ്റം വന്നിട്ട് അവർ ശരീരത്തിന്റെ വെയിറ്റ് ചെയ്തൊരു കാലിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പം നമ്മളൊരു മുട്ടുവേദനയുള്ള ഒരാളെ എടുക്കുവാണെങ്കിൽ ആദ്യമായിട്ട് അവർക്ക് മുട്ടുവേദന ഉണ്ടാകുന്നത് ഇപ്പോൾ ഒരു കാലിനാണ് എല്ലാ മനുഷ്യർക്കും മുട്ടുവേദന സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് കാരണം നമ്മുടെ ശരീരത്തിന്റെ വെയിറ്റ് ഓവർ വെയിറ്റ് വന്നിട്ടാണ് നമുക്ക് കൂടുതൽ മുട്ടുകൾക്ക് കംപ്ലൈന്റ് വരുന്നത്. അപ്പോൾ അത് അങ്ങനെ നടന്ന് ആ മുട്ടിന് ആദ്യം കംപ്ലൈന്റ് വരും. അപ്പോൾ അതിന് വേദന വന്ന് നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മറ്റേലേക്ക് കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് നടക്കുമ്പോൾ രണ്ട് മുട്ടിനും അതിന്റെ വിഷയങ്ങൾ വരും. ചെയ്യും. പിന്നെ നമ്മുടെ എല്ലാ അവയവത്തിന്റെ ഒരു സെൻസേഷന്റെ ഒരു പോയിന്റ് നമ്മുടെ ഉള്ളംകാലുണ്ട്. അപ്പം നമ്മൾ ഈ ഈക്വൽ വെയിറ്റ് നമ്മൾ ശരീരത്തെ ഭൂമിയെ പ്രശ്നിച്ച് നടക്കുമ്പോഴാണ് അതിന് കൃത്യമായിട്ടൊരു സെൻസേഷൻ അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടൊരു പ്രഷർ നമുക്ക് ശരീരത്തിന് കിട്ടുന്നത്. അത് നമ്മുടെ ഈ അവയവങ്ങളുടെ പ്രവർത്തനത്തെ അത് സാരമായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ അലൈൻമെന്റ് മാറ്റം കുറച്ച് കാലങ്ങൾ കൊണ്ടാണ്, അല്ലെങ്കിൽ അലൈൻമെന്റ് മാറ്റം ഡയബറ്റീസ് അവർക്ക് വിഷയങ്ങളൊന്നും ഉണ്ടായി തുടങ്ങുന്നില്ല. കുറച്ച് കാലങ്ങൾ കൊണ്ട് ഇവർക്ക് അവരുടെ സെൻസേഷൻ കുറയുന്നതനുസരിച്ച് ഇവരുടെ അവയവങ്ങളെല്ലാം പ്രവർത്തനം കുറച്ച് സ്ലോയിലാവുകയും സെൻസേഷൻ കുറഞ്ഞ ഒരു അസുഖങ്ങളിലേക്കും മാറുകയും ചെയ്യണം. നമ്മളൊരു അറിയില്ല, അതാണ് അതിന് മാറ്റം. അപ്പം ആർക്കൊക്കെ ഈ അലൈൻമെന്റ് മാറ്റം നമുക്ക് എങ്ങനെ തിരിച്ചറിയാന്ന് വെച്ചാൽ ആ നമ്മുടെ സ്വഭാവത്തിന് ചെറിയ നമ്മൾ സെൽഫായിട്ട് സ്റ്റഡി ചെയ്യുന്ന ആൾക്കാർ വ്യക്തമായിട്ട് മനസ്സിലാവും. അവർക്ക് ആ ഒരു സ്വഭാവത്തിന് ചെറിയ ചേഞ്ചസ് വന്നു തുടങ്ങും. നമുക്ക് കുറച്ചൊക്കെ ചെറിയ ദേഷ്യമുള്ളവർക്ക് കുറച്ചുകൂടെ ദേഷ്യം കൂടുന്നു. പിന്നെ അവർക്ക് ഹാപ്പൻസ് കുറച്ച് കുറഞ്ഞു പോകുന്നു. പിന്നെ അവരെ ശേഷികളൊക്കെ കുറച്ച് കുറയുന്നു. അവർ ആണുങ്ങൾ സംസാരം പെണ്ണുങ്ങളെ സംസാരം അവർക്കുള്ള ഒരു ശേഷികളൊക്കെ കുറച്ച് കുറഞ്ഞു പോകുന്നു. ഒപ്പം തന്നെ നമുക്ക് നമ്മുടെ ഒരു മാനസികാവസ്ഥയ്ക്ക് കുറച്ച് മാറ്റങ്ങൾ വരികയാണ് ഇങ്ങനെ വന്നു കഴിയുമ്പം. പക്ഷേ നമുക്കൊരു സ്വസ്ഥത ഇല്ലാതെ നമ്മളിവിടെ ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സിങ്ങനെ ഒരു നമ്മളിന്ന് വിട്ട് ഇങ്ങനെ ഒരു പാർപ്പറന്ന് നടക്കുന്ന ഒരു ഫീലൊക്കെ ചിലർക്ക് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ വാച്ച് ചെയ്താൽ മനസ്സിലാവും. നമ്മുടെ ജോലിയിലും ഇതൊക്കെ ബാധിക്കും. നമ്മുടെ സ്പീഡ് കുറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്പീഡ് കുറഞ്ഞു പോകും. നമുക്ക് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ ഒരു 1/2 മണിക്കൂർ കൊണ്ട് ചെയ്തിരുന്ന ജോലി 1 മണിക്കൂറായിട്ട് നമ്മൾ ആ ജോലി ചെയ്തില്ല. അത് നമുക്ക് പിന്നെ കൂടുതൽ വിഷയം ഉണ്ടാകും. പണ്ട് ഞാൻ അത്ര ഈസി ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പൊ എന്നെ കൊണ്ട് പറ്റുന്നില്ല. നമ്മളൊക്കെ പറയുമ്പോൾ നമ്മുടെ വയസ്സായി അല്ലെങ്കിൽ പ്രായമായതുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ട് ഉണ്ടാവണമെന്ന് നമ്മൾ വിചാരിക്കും. പലപ്പോഴും എനിക്ക് എന്റെ അനുഭവം വെച്ചിട്ടുണ്ട്. ഞാനിപ്പോ 50 വയസ്സ് കഴിഞ്ഞു, എനിക്ക് 55 വയസ്സാണ് പറയുന്നത്. അപ്പൊ ഞാനിങ്ങനെ നടക്കുക ചെയ്യുന്ന സമയത്ത് കിടന്നിട്ട് എണിക്കുന്ന സമയത്തൊക്കെ എന്റെ ഭയങ്കര നടക്കാൻ പറ്റാണ്ട് വളഞ്ഞെനിക്ക് എണിച്ചു അണ്ടിങ്ങനെ പോയി നടന്നു പോകണമെങ്കിൽ. അപ്പൊ ഞാൻ വിചാരിച്ച എന്റെ വയസ്സ് പ്രായമായതുകൊണ്ട് എനിക്ക് തോന്നുന്നതാണ്. അത് ശരിക്കും എന്തായിരിക്കും? ശരിക്കും അതിന്റെ പ്രശ്നം ഇതാണ്. നമ്മുടെ സ്ട്രക്ചർ വെച്ചാൽ നമ്മുടെ പ്രായം ആകുന്നതനുസരിച്ച് നമ്മുടെ ആരോഗ്യം അത്രയും വെക്കുന്നത് നമ്മൾ കെയർ ചെയ്യുന്ന ശരീരമാണ് അങ്ങനെ നശിച്ചു പോകത്തില്ല. നമ്മുടെ ശരീരത്തിന് അലൈൻമെന്റ് മാറ്റം വന്നിട്ട് നമ്മൾ പിന്നെ വ്യായാമക്കുറവും ഇതിന് പ്രധാന കാരണം. ഇപ്പോൾ കുറച്ച് അലൈൻമെന്റ് മാറ്റമുണ്ട്. പക്ഷെ നമ്മൾ കുറച്ചൊക്കെ വ്യായാമം എക്സസൈസ് ഒക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്യുന്നവരാണെങ്കിൽ അവരെ സംബന്ധിച്ച് മറ്റുള്ളവരെ അപേക്ഷിച്ച് അവർ അത്രയ്ക്ക് ഒരു മോശം അവസ്ഥയിലേക്ക് അവർ പോകത്തില്ല. ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാവില്ല. നമ്മുടെ മസിൽസിന് ബലക്ഷയം സംഭവിക്കും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ചെറിയ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മസിൽസ് നശിച്ചു പോകാതെ അത് കുറച്ച് റീപ്രൊഡക്ഷൻ ഉണ്ടാവില്ല. വേറെ മസിൽസ് ഫോം ആവുന്നുണ്ട്. ആ മസിൽസ് നശിച്ചു പോകാത്തതും കാരണം നമുക്ക് കുറച്ചുകൂടെ എപ്പോഴും എനർജറ്റിക് ആയിട്ടിരിക്കാൻ പറ്റും. നമ്മൾ വർക്കൗട്ട് കൂട്ടുക ചെയ്യണം. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പണ്ട് കാലത്തൊക്കെ നമ്മൾ ഈ കാർബണൊക്കെ പഠിക്കുന്നതാണ് നമുക്ക് വിഷമം തോന്നുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മുടെ അടുത്ത് തന്നെ പ്രായമായവർക്ക് നമ്മൾ പറഞ്ഞാൽ അവരെ കൊണ്ട് പറ്റുന്ന ജോലികൾ നമ്മൾ ചെയ്യാൻ തന്നെ നമ്മൾ പറയാറ്. പിള്ളേരോടാണ് കൂട്ടു തന്നെ മക്കളാണെങ്കിലും പറയുമ്പോൾ അച്ഛനെ അനങ്ങാതിരിക്കുന്നില്ല, അത് ചെയ്യുന്നതൊക്കെ പിള്ളേർ പരാതി പറയുമ്പോൾ ഞാൻ പറയണേ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. പക്ഷെ അവരായിട്ട് കടമാനായിട്ട് പഠിപ്പിക്കാനല്ല ഉദ്ദേശിക്കുന്നത്. എന്നാലും അവർക്ക് ഇത് ചെയ്യാനുള്ള സഹായം ചെയ്തു കൊടുക്കാന്ന് പറയുന്നത്. പക്ഷെ അവർ പണിയെടുക്കുന്നത് തന്നെയാണ് അവർ ആരോഗ്യത്തിന്റെ രഹസ്യം. നമ്മൾ പ്രായമാകുമ്പോൾ നമ്മൾ കുറച്ച് നമുക്ക് പറ്റുന്ന ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ
ശേഷിയും നഷ്ടപ്പെട്ടു പോകാതിരിക്കും.